ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള 66ാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം ഗൈസ്. ഓക്കെ, പാട്ടും കൂത്തെല്ലാം കഴിഞ്ഞിട്ട് അനുമോളിനെയാണ് കാണിക്കുന്നത്. അനുമോളാണെങ്കിൽ സൂര്യഭഗവാനെ തൊഴുന്നതാണ് കാണിക്കുന്നത്. അക്ബർ ആണെങ്കിൽ പേടിച്ചിട്ട് ഈ ഒരു നെവിൻ്റെ അടുത്ത് പറയുന്നിട്ട് ആൾ എന്തോ ഒരു പണി ചെയ്യാൻ പോകുന്നുണ്ട്, അത് സൂക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. നെവിനാണെങ്കിലും അത് സൂര്യ നമസ്കാരമാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. 100 കൺസെഷൻ റൂമിലായിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ ഗെയിമൊക്കെ എങ്ങനെ പോകുന്നു, എന്താണ് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അടുത്തത് ബിന്നീനെയാണ് വിളിക്കുന്നത്. ബിന്നീൻ്റെ അടുത്തും സുഖമല്ലേ, നിങ്ങളുടെ ഗെയിമൊക്കെ എങ്ങനെ പോകുന്നു, എന്താണ് എന്നുള്ളതെല്ലാം ചോദിക്കുക. അടുത്തത് ആര്യനാണ് വിളിക്കുന്നത്. ആര്യന് ഒരു സീക്രട്ട് ടാസ്ക്കാണ് കൊടുക്കുന്നത് ബിഗ് ബോസ്. ഇത് ആര്യനാണെങ്കിലോ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഫോൺ തരാം, അത് ഞാൻ അറിയിപ്പ് കിട്ടുമ്പോൾ എന്താണ് സാധനം വെച്ചിട്ടുള്ളത് അത് പോയി ഓരോരോ മുക്കിലായിട്ട് ഫുഡ് വയ്ക്കും, അതൊക്കെ എടുത്ത് കഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആര്യൻ അങ്ങനെ ശരി ബിഗ് ബോസ് വിശ്വസിക്കുന്നില്ല, ലാസ്റ്റാണ് വിശ്വസിക്കുന്നത്. ഇനി ആൻഡ് 100യൊക്കെ വിളിപ്പിച്ചത് നിനക്ക് ഒരു സംശയം തോന്നാത്ത വിധത്തിൽ നീ ഇതൊക്കെ പറഞ്ഞു വിടണം എന്നാണ് പറഞ്ഞത്. പിടിക്കപ്പെട്ട നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളത് ഞാൻ പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓക്കെ ബിഗ് ബോസ് പറഞ്ഞു ഇനി ഒരാളെ കൂടെ ഞാൻ വിളിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെവിനെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. നെവിനാണെങ്കിലോ ടാസ്ക് അല്ലേ ബിഗ് ബോസ്, എനിക്ക് തന്നോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കേട്ടപ്പോൾ ബിഗ് ബോസ് ഒന്ന് നെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് അതൊന്നുമല്ല, നിനക്ക് സുഖമല്ല, ഗെയിമൊക്കെ അങ്ങനെ പോകുന്നു എന്താണ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗെയിമിൽ നിന്ന് ബിഗ് ബോസ് അങ്ങനെയൊക്കെ തലയൂരി മാറുന്നുണ്ട്. ഈ ഒരു ആര്യനും കൊടുത്ത ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ആദ്യത്തെ പണി വരുന്നുണ്ട്. 3ാമത്തെ പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ആര്യൻ ഫോൺ എടുക്കുന്നത്. ടാസ്ക് റൂമിൽ ഫുഡുണ്ട്, എടുത്ത് കഴിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാവരും കാണുന്ന മാതിരി കഴിക്കണം, ഇത് അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഈ ഒരു വ്യക്തിയാണെങ്കിലോ കിടക്കുന്ന ആ ഒരു റൂമിൽ പോയിട്ട് ഓറഞ്ച് കഴിക്കുന്ന മാതിരി ഈ ഒരു സാധനം അങ്ങനെ കഴിച്ച് തീർക്കുകയാണ്. പിന്നെ അടുത്തത് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ഈ ഒരു ബിഗ് ബോസ് ഒരാളെ കൂടെ കൂട്ടാം, ആ ഒരു പീസ മുഴുവൻ തിന്നു തീർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അക്ബറിനെയാണ് വിളിക്കുന്നത്. ഈ ഒരു ആര്യനാണെങ്കിലും ശരിയട എന്നാണ് പറയുന്നത്. ഈ ഒരു പീസ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കഴിച്ച് തീർക്കും. പിന്നെ അടുത്തത് കൊടുക്കുന്നത് 3ാമത്തെ ടാസ്ക് ഈ ഒരു 2 പേരെ കൂടെ ചേർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആര്യന് കൺഫ്യൂഷനായിട്ട് ഒരാളെ ചേർക്കുന്നത് സാബുമേനെയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലക്ഷ്മീനെ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു മനസ്സിലാകാൻ വേണ്ടി ബിഗ് ബോസ് വീണ്ടും വിളിച്ച് വന്നിട്ട് ഒരു 2 പേരെ കൂടെ ചേർക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുടിക്കുന്ന ആ ഒരു വസ്തു കഴിക്കുന്ന ആ ഒരു വസ്തു ഇവർ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. 3 ടാസ്കുകളും ഇവർ സൂപ്പറായിട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇനിയും 2 പേരെ കൂടെ ചേർക്കുക എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഇതിലാണെങ്കിൽ നെവിനെ ചേർത്തതാണെങ്കിൽ ഇതിലും കിടിലൻ ആര്യന് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഷാനവാസിൻ്റെ അടുത്താണ് ഈ അക്ബറിൻ്റെ കൂട്ടം കേട്ടിട്ടാണ് ഇവർ ഷാനവാസിൻ്റെ അടുത്ത് പോകുന്നത്. ഷാനവാസാണെങ്കിലോ നിങ്ങൾ പറയുന്നത് കള്ളമാണ്, നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സീക്രട്ട് ടാസ്ക് പൊളിക്കാൻ വേണ്ടി അവിടെ കിടന്ന് പെടുന്നുണ്ട്. നല്ല രീതിക്ക് അങ്ങനെ ഈ ഒരു വ്യക്തിനെ ഒഴിവാക്കിയിട്ട് അടുത്ത ഒരു വ്യക്തിനെ 2 പേരെ കൂടെ ചേർക്കുന്നുണ്ട്. ബിന്നിയും മറ്റേ ഇവരെയൊക്കെയാണ് ചേർക്കുന്നത്. സാബുമേനും ബിന്നീനെയുമാണ് ഇവർ ചേർക്കുന്നത്. ജീവനുള്ള ആ ഒരു വ്യക്തിനെ ഈ ഒരു ആര്യൻ്റെ ആ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. തൊപ്പിയുള്ള ആ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് അക്ബർ കറക്റ്റായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി അനുമോള് ബാക്കിൽ നടക്കുന്നുള്ള CID പണി എന്ന് പറഞ്ഞാൽ ഇതാണ്. സാബുവിനെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ഈ ഒരു അനുമോളാണെങ്കിലും. ഇത് സാബു ചേട്ടൻ ഒരു ബുദ്ധി പോലും ഷാനവാസിന് പോയില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ആദ്യം 100ൻ്റെ അടുത്തും ഇവരെന്തോ ഗെയിം കളിക്കുകയാണ്. ഇവർ എന്തോന്ന് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അനുമോളെ കടന്ന് പറയുന്നത്. അനുമോളാണെങ്കിൽ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. സാബു ചേട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വ്യക്തി ബാത്റൂമിൽ നിന്ന് വെളിയിലേക്ക് വരുന്നുണ്ട്. ഇവർ ബിരിയാണി തട്ടാൻ പോയതാണ് എന്നുള്ളത് ഈ ഒരു സാബു ചേട്ടന് മനസ്സിലായിട്ടാണ് ഈ ഒരു സാബു ചേട്ടൻ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്, വിജയപൂർവ്വം കംപ്ലീറ്റ് ആക്കി എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഇത് നെവിനെ കൂട്ടാതെ ചെയ്ത് സെറ്റായിപ്പോയി എന്നാണ്
ഒരു അക്ബറിൻ്റെ ഗൂഢതന്ത്രം കേട്ടിട്ടാണ് ഷാനവാസിനെ ചേർത്തിയത്. ഷാനവാസ് ആണെങ്കിൽ പൊളിക്കാൻ വേണ്ടി അപ്പുറത്ത് നിന്ന് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും ഇവർ വിജയിക്കുന്നുണ്ട്. ഈ ഒരു ലക്ഷ്മി ആണെങ്കിൽ നെവിനെ ചേർത്താൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു നെവിനാണെങ്കിലോ കള്ളത്തരത്തിൽ നിന്നും എല്ലാം അറിയാമായിരുന്നു. ഈ ഒരു നെവിനെ കൂടെ ചേർത്തിട്ട് ഒരു കിട്ടില്ല ഒരു ഗെയിം കളിക്കാമായിരുന്നു എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ